പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തകൾക്കായി വളരെയധികം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 10-11 എപ്പിസോഡുകളിലായി നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരമപ്രധാനമായ വിഷയമാണ് പുതിയ നിയമ ശുശ്രൂഷ. അതിൽ ദൈവസഭയ്ക്കകത്ത് ദൈവമാക്കി വച്ചിട്ടുള്ള 5 വിധ ശുശ്രൂഷ വൃന്ദങ്ങളിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഉപദേഷ്ടാവ് എന്ന് പറയുന്ന വിഷയം. അതിനെ ആസ്പദമാക്കിയാണല്ലോ നാം ഈ ഓരോ പ്രഭാതവും ചിന്തിക്കുന്നത്. കേവലം ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആരോഗ്യവും നിങ്ങളുടെ ആത്മാവിന് ഒരു ഉത്തേജനവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രമേയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അധ്യാപക അല്ലെങ്കിൽ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ചില ദിവസങ്ങളായി 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് കരുതുക എന്നുള്ള ഒരു പോയിന്റാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉപദേഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട മഹത്തായ ഒരു ഗുണമാണ് കരുതുക, പ്രൊവൈഡ് എന്ന് പറയുന്നത്. അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ എലിമെൻ്ററി സ്കൂൾസ്, നമ്മൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. സ്കൂളിൽ നമ്മളൊരു ക്ലാസ്സിൽ 10-40 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ക്ലാസ് റൂമാണ്. എന്നാൽ ഈ 40 പേരടങ്ങുന്ന ക്ലാസ് ഒരു കൂട്ടമല്ല, മറിച്ച് 40 വ്യത്യസ്ത ലോകങ്ങളാണ്. അതിൽ ഈ 40 വ്യത്യസ്ത ലോകങ്ങളിൽ പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്നവരുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, മിടുക്കൻ എന്ന് പറഞ്ഞ് ഒതുക്കപ്പെടുന്നവനുണ്ട്, എല്ലാവരെയും കാണാനും ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ള മനസ്സുള്ളവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരെ ഒക്കെ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ജീവിതമാണ് അധ്യാപന ജീവിതം എന്ന് പറയുന്നത്. അതിന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞ മനോഹരമായ ഒരു ഉപമയുണ്ട്. ഒരു മനുഷ്യന് 100 ആടുകൾ ഉണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ ബാക്കി 99 വിട്ടിട്ട് ആ കാണാതെ പോയതിനെ തേടിയുള്ള ആ യാത്ര, അതൊരു ദുഷ്കരമായ യാത്രയാണ്. കാടുകളും മേടുകളും ഒക്കെ താണ്ടി എവിടെയാണ് ആ നഷ്ടപ്പെട്ട ആട്ടിൻകുട്ടി എന്ന് കണ്ടു കിട്ടുന്നത് വരെ അവയെ അന്വേഷിച്ചിട്ടുള്ള യാത്രയെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു നിസ്സാരവൽക്കരിക്കപ്പെട്ട യാത്രയല്ല. മനസ്സിൻ്റെ അകത്ത് ആദിയുണ്ട്, വേദനയുണ്ട്, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്തയുണ്ട്. പക്ഷേ ആ യജമാനൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിനെ കണ്ടു കിട്ടുന്നത് വരെ താൻ ആ അന്വേഷണം തുടരുകയാണ്. ഇതായിരിക്കണം ഒരു അധ്യാപകൻ, ഒരു ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്. തടിയും മിടുക്കും സാമർഥ്യവും ഒക്കെ ഉള്ളവരെ ചേർത്ത് നിർത്തുവാനല്ല, മറിച്ച് ഒന്നിനും കഴിവില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന, അകൽച്ച അനുഭവിക്കുന്ന, തിരസ്കരണം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ചിലതിനെ ചേർത്ത് നിർത്തുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഉപദേഷ്ടാവിന്, ഒരു അധ്യാപകനുള്ളത്. ദൈവസഭയ്ക്കകത്ത് തിരസ്കരണം അനുഭവിക്കുന്ന ധാരാളം വ്യക്തി ജീവിതങ്ങളുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെ ഒക്കെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ധാരാളം വ്യക്തി ജീവിതങ്ങളുണ്ട്. ഞാൻ ഈ പ്രഭാതത്തിൽ പറയട്ടെ, നിങ്ങൾ മനുഷ്യരായതുകൊണ്ടാണ് നിങ്ങൾ അവരെ അകറ്റി നിർത്തുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണിന് അവർ ബോധിക്കുന്നവരല്ലായിരിക്കാം,
നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുന്നവരല്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റസുകളെ നോക്കാതെ, നിങ്ങളുടെ കുലമോ, നിങ്ങളുടെ ജാതിയോ, നിങ്ങളുടെ മതമോ, നിങ്ങളുടെ വർണ്ണമോ, നിങ്ങളുടെ പ്രശസ്തിയോ പേരോ ഒന്നും നോക്കാതെ താണ ഉലകത്തിലേക്ക് വന്ന് 33.5 വയസ്സ് വരെ ഉലകത്തിൽ ജീവിച്ച് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന ആ കർത്താവില്ലേ, ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ, ആ കർത്താവ് നമ്മെ തഴഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ആ കർത്താവിൻ്റെ മകൾ സ്നേഹമല്ലേ നമ്മെ തേടി വന്നത്? ആ കർത്താവിൻ്റെ ആ വലിയ ദൗത്യം നാം ഒന്ന് മനസ്സിലാക്കിയേ. നമ്മെ തേടിയുള്ള യാത്രയിൽ താൻ അനുഭവിച്ച വേദനകൾ അധികമാണ്, തിക്താനുഭവങ്ങൾ ധാരാളമാണ്. പക്ഷേ അതൊന്നും വകവെക്കാതെ നമ്മെ തേടി വന്ന ആ നല്ല നാഥനെ ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് വാരിപ്പുണരാൻ കഴിയുമോ? ആ നല്ല കർത്താവിൻ്റെ മാർവിലേക്ക് ഒന്ന് ചേരുവാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ അവിടെയാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു ഉപദേഷ്ടാവ് എന്ന നിലയിൽ ഞാനും നിങ്ങളും വിജയം പൂർത്തിയാക്കുന്നത്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇതിൻ്റെ തുടർഭാഗം അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കേൾക്കുന്നതായിരിക്കും. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ഓരോ പ്രഭാതവും പുതിയ പുതിയ ചിന്തകളാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.